നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് മുക്കത്ത് 29-കാരിയായ യുവതി ആക്രമണത്തിനിരയായ വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത്. ഈ ഒരു യുവതി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. 3 മാസമായി ഒരു ലോഡ്ജിലെ ജീവനക്കാരിയായിരുന്നു 29 വയസ്സുകാരിയായിട്ടുള്ള യുവതി. കഴിഞ്ഞ ദിവസം രാത്രി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് തന്നെ ആ ഹോട്ടലുടമയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പ്രവർത്തകരും 3 പേരെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈ സമയത്ത് പ്രാണരക്ഷാർത്ഥം ഓടി ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്നാണ് യുവതി പോലീസിനെ മൊഴി നൽകിയിരിക്കുന്നത്. ഗുരുതരമായ പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നാണ് ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു യുവതി ജോലി ചെയ്യുന്ന ഹോട്ടൽ ഉടമ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണെന്നും ഇത്രയും ദിവസമായിട്ടും ഇവരെ പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ലെന്നും യുവതിയുടെ ബന്ധുക്കൾ അടക്കം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രതികൾക്കായി തെരച്ചിൽ വ്യാപിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. 3 മാസമായിട്ട് യുവതി ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ടെന്നും ആദ്യം ഹോട്ടൽ ഉടമയായ ദേവദാസ് യുവതിയുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ശ്രമിച്ചുവെന്നും പിന്നാലെ പല പ്രലോഭനത്തിന് ശ്രമിച്ചുവെന്നും ബന്ധു പറഞ്ഞു. വളരെ മോശമായ രീതിയിൽ യുവതിക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. വാട്സാപ്പിൽ അയച്ച മെസ്സേജുകൾ ഉൾപ്പെടെ തങ്ങളുടെ പക്കലുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ സംശയമുണ്ട്. പെൺകുട്ടി ഈ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടിയപ്പോൾ നട്ടെല്ലിനും ഇടുപ്പിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ യുവതി ICUവിൽ ചികിത്സ തുടരുകയാണ്. അസഹ്യമായ വേദനയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്നും കുറ്റവാളികളെ ഉടനെ തന്നെ പിടികൂടണമെന്നും ബന്ധു പറഞ്ഞു. രാത്രിയോടെയാണ് ഈ ഒരു സംഭവം നടന്നത്. പുലർച്ചെയാണ് തങ്ങൾ അറിയുന്നതെന്നും ഉടനെ തന്നെ മുക്കത്തേക്ക് വരികയായിരുന്നുവെന്നും ബന്ധു പറഞ്ഞു. ഹോട്ടലോട് അയച്ച വോയിസ് മെസ്സേജുകൾ ഉൾപ്പെടെ കൈവശമുണ്ടെന്നും അന്വേഷണം നടക്കുന്നതിനനുസരിച്ച് ഈ തെളിവുകളെല്ലാം കൈമാറുമെന്നും ബന്ധു പറഞ്ഞു. മുക്കത്തെ സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിയായ യുവതിക്കാണ് പരിക്കേറ്റത്. അതേസമയം തന്നെ യുവതി ഒരു കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതിന് മുൻപുള്ള ഫോണിലെ ദൃശ്യങ്ങളും ഇപ്പോൾ യുവതിയുടെ ബന്ധുക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് വളരെ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ ഈ യുവതി അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആളുകൾ വരുന്നത്. ഉടൻ തന്നെ യുവതി വീഡിയോ ഓൺ ചെയ്തിട്ട് ഉടൻ തന്നെ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടി ആ കെട്ടിടത്തിൽ നിന്ന് മരിച്ചാലും വേണ്ടില്ല, പക്ഷെ ഇവരുടെ കയ്യിൽ പെടരുത് എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടായിരിക്കും ആ യുവതി പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് ചാടാനായിട്ട് തോന്നിയിട്ടുണ്ടാവുക. ഉടൻ തന്നെ യുവതി ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴോട്ട് എടുത്ത് ചാടുകയായിരുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. പ്രതികൾ 3 പേരാണുള്ളത്. ഈ 3 പേരും ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. ഹോട്ടൽ ഉടമയും 2 ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 29-കാരിയായിട്ടുള്ള യുവതിയാണ് ആക്രമണത്തിന് ഇരയായത്. കഴിഞ്ഞ രാത്രി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെയാണ് ഇത്തരത്തിൽ പീഡന ശ്രമം നടന്നത്. ഉടൻ തന്നെ താഴേക്ക് ചാടിയെന്നാണ് യുവതി പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും പ്രതികളെ പിടികൂടാനായിട്ട് പോലീസിന് കൊണ്ട് സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ എല്ലാ തെളിവുകളും ഈ പറയുന്ന പ്രതികൾ ഇതിനു മുൻപും യുവതിയോട് ചില രീതിയിൽ മോശമായ രീതിയിൽ പെരുമാറുന്നതിനുള്ള തെളിവുകളും ഇവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ആ കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ യുവതിയുടെ ബന്ധുക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്.